അല്ലാതെ ഈ ജാസി പറയണമായി പറയണതൊന്നല്ല സത്യം. എന്റെ മോനെ അവന് വശീകരിച്ച് വെച്ചതും പോലെ അവൻ എല്ലാ സോഷ്യൽ മീഡിയയിൽ വന്ന് എല്ലാവരും പീത്തുന്നുണ്ടല്ലോ. അതെന്താണെന്ന് ആൾക്കാർക്കറിയില്ല. അവനെ പിന്താണെന്നുള്ള യൂട്യൂബുകാരും അവരവർക്ക് ഇതിന്റെ വാസ്തവം എന്താണെന്നറിയോ? എന്റെ മോൻ അതിൽ പെട്ട് കിടക്കന്നെ വന്ന് വിളിക്കാൻ പറ്റൊരു തെറി ഗൈസ്, എനിക്ക് തെറി വരുന്നില്ല ഗൈസ്. കുണ്ടൻ തായോളി ഇവന് പുലരിക്കുണ്ടൻ പുലരിക്കുണ്ടൻ ഇവനെ പോലത്തെ പുലരിക്കുണ്ടനൊക്കെ എന്തിനു വെച്ച് വാഴിക്കുന്നു? ജാസി വീണ്ടും വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജാസി ആരാണ് എന്താണെന്നൊന്നും ഞാൻ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. പ്രത്യേകിച്ച് ഈയിടെ സോഷ്യൽ മീഡിയയിൽ ജാസിയെ കുറിച്ച് എന്തെങ്കിലും വിഷയങ്ങൾ പൊങ്ങി വരാത്ത ദിവസങ്ങളില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ജാസി ബിഗ് ബോസിലേക്ക് പോകുന്നു എന്ന കരക്കമ്പൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടെ ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് ലൈം ലൈറ്റിൽ തന്നെ പിടിച്ചു നിൽക്കുന്നത് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഏറ്റവും ഒടുവിലത്തെ വിഷയം എന്ന് പറയുന്നത് നന്ദിനി റെഡ്ഡിയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ജാസി അറിയുന്നവർക്ക് ആരാണ് നന്ദിനി റെഡ്ഡി എന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യം ഉണ്ടാവില്ല. കുറച്ച് കാലങ്ങളായിട്ട് ജാസിയുടെ ഏതൊരു ഇന്റർവ്യൂ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നന്ദിനി റെഡ്ഡിയെ കുറിച്ചുള്ള ഒരു കുറ്റം പറച്ചിൽ അതിലുണ്ടാവും. ഇനിയും നന്ദിനി റെഡ്ഡിയെ കുറിച്ച് മനസ്സിലാകാത്തവർക്ക് വേണ്ടി ആ സിയുടെ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ നന്ദിനിയെ കുറിച്ച് പറഞ്ഞൊരു ഭാഗമുണ്ട്. നമ്മൾ എന്തായാലും ഒന്ന് കേട്ടു. എനിക്ക് എന്റെ ലൈഫിൽ ഞാൻ എല്ലാ ഇന്റർവ്യൂലും പറഞ്ഞ പോലെ എനിക്ക് ഇപ്പോഴും പൊരുത്തപ്പെടാൻ പറ്റാത്തൊരു പെൺകുട്ടിയാണ്. എനിക്ക് എന്റെ ലൈഫിൽ ഒരുപാട് പേര് എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് എന്നെ സങ്കടപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അവരോടൊക്കെ ഞാൻ മാപ്പ് കൊടുക്കും. അവരൊക്കെ ഇപ്പോഴും ഞാൻ കണ്ടാൽ ചിരിക്കും, ഞാൻ അവരോട് സംസാരിക്കും. എനിക്കൊരു പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഈ ഒരു വ്യക്തി, ഈ നന്ദിനി റെഡ്ഡി, ഞാൻ പേരെന്നെ എടുത്ത് പറയട്ടെ, ഈ നന്ദിനി റെഡ്ഡി എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ദുബായിൽ ബാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പെൺകുട്ടിയാണ്. ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എൻ്റെ കൺമുമ്പിൽ കണ്ടാൽ വെടി വെച്ച് കൊല്ലാനുള്ള ദേഷ്യമാണ് എനിക്കിപ്പോഴും. ഓക്കെ, കൺമുന്നിൽ കണ്ടു കഴിഞ്ഞാണെങ്കിൽ വെടി വെച്ച് കൊല്ലാൻ മാത്രം ദേഷ്യമുണ്ട് എന്ന് ജാസി പറഞ്ഞ ഈ നന്ദിനി റെഡ്ഡി കഴിഞ്ഞ ദിവസം ഒരു ബോംബ് പൊട്ടിച്ചിട്ടുണ്ട്. ജാസിയുടെ പാർട്ണർ ആയിട്ടുള്ള ആശയുടെ ഉമ്മയുടെ ചില വോയിസ് ക്ലിപ്പുകളാണ് ഇപ്പൊ നന്ദിനെ പുറത്തു വിട്ടിട്ടുള്ളത്. പഴയതല്ല കേട്ടോ, ഇനി ആരങ്ങനെ തെറ്റിദ്ധരിക്കണ്ട, പുതിയ വീഡിയോ ആണിത്. ആക്ച്വലി ജാസിയും ആശയും നന്ദിനി റെഡ്ഡിയും തമ്മിലുള്ള പ്രശ്നം നടക്കുന്നത് 2 വർഷം മുമ്പ് എങ്ങാണ്ടുമാണ്. അന്ന് ആശി ലൈവിൽ വന്നുകൊണ്ട് ഞാൻ ജാസിയുമായി പിരിയാൻ പോവുകയാണ് ഗൈസ്, ജാസി എന്നെ വല്ലാതെ ഉപദ്രവിക്കുന്നു, നന്ദിനിയാണ് എന്നെ രക്ഷിച്ചതെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ 3 പേരും, അതായത് ജാസിയും ആശയും നന്ദിനിയും ഒരുമിച്ച് ലൈവിൽ വരികയും ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞ് വന്ന ഇന്റർവ്യൂകളിലെല്ലാം മുമ്പ് താനും ആശയും തമ്മിലുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് പറയുമ്പോൾ ജാസി നന്ദിനിയുടെ പേര് എടുത്തു പറയുമായിരുന്നു. നന്ദിനിയാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത്. ആശയെ തന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ വേണ്ടി തന്നെയും ആശയും തമ്മിലടുപ്പിച്ചത് നന്ദിനിയാണ്. എനിക്ക് ഒരിക്കലും അവൾക്ക് മാപ്പ് കൊടുക്കാൻ കഴിയില്ല, അവൾ കൂടെ നിന്ന് ചതിച്ചവളാണ്. ഇങ്ങനെ എല്ലാ ഇന്റർവ്യൂകളിലും നന്ദിനിയെ കുറിച്ച് ജാസി ഇങ്ങനെ കുറ്റം പറയുമായിരുന്നു. എന്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ ജാസിയും ആശയും ലൈവിൽ വന്നിരുന്നിട്ട് നന്ദിനിയെ കുറ്റം പറഞ്ഞതേ ഉള്ളൂ. തനിക്കെതിരെ നടക്കുന്ന സൈബർ അറ്റാക്കുകളുടെയും ട്രോളുകളുടെ എല്ലാം പിറകിൽ നന്ദിനിയാണെന്നൊക്കെയാണ് ജാസി പറയുന്നത്. എന്തായാലും തന്നെ കുറിച്ച് ഇടയ്ക്കിടെ കുറ്റം പറഞ്ഞത് കേട്ടിട്ടാണെന്ന് തോന്നുന്നു. നന്ദിനി ഒടുവിൽ ആച്ചിയുടെ ഉമ്മയുടെ വോയിസ് ക്ലിപ്പും പൊക്കി പിടിച്ചോണ്ട് വന്നിട്ടുണ്ട്. എന്തായാലും ആ വോയിസ് ക്ലിപ്പിലെ ചില ഭാഗങ്ങളൊന്ന് കേട്ടോക്കാം. ഇങ്ങോട്ട് വേടാ, പെരുന്നാളെല്ലാം പൊളിച്ചോ? ബിരിയാണി എല്ലാം കഴിച്ച് പൊളിച്ചടക്കി ഇരിക്കണ്ടായിരുന്നല്ലോ. അപ്പൊ മോന് ബിരിയാണി കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്, കഴിച്ചില്ലെങ്കിലേ അത് തന്നേക്കാം. അപ്പം എല്ലാവർക്കും ഹായ്, എന്റെ പേര് നന്ദിനി റെഡ്ഡി എന്നാണ്. അതേ ഈ കുണ്ടൻ പറഞ്ഞു വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞ നന്ദിനി റെഡ്ഡി ഞാൻ തന്നെയാണ്. അപ്പൊ ഗൈസ്, അവൻ എന്തൊക്കെയോ സ്റ്റോറീസ് പറഞ്ഞിട്ട് പോയി, അതൊന്നും വിശ്വസിക്കരുത്. ഈ അവന്റെ കുണ്ടന്റെ കൂടെയുള്ള ഒരുത്തനുണ്ടല്ലോ, അണ്ടിക്കറുപ്പില്ലാത്ത അവന്റെ ഉമ്മ, അപ്പൊ ആ ഉമ്മ കരഞ്ഞോണ്ട് എനിക്ക് 2 ദിവസം മുമ്പ് അയച്ചു കുറച്ച് വോയിസ് മെസ്സേജ്. 2 ദിവസം മുമ്പത്തെ, 2 days ബിഫോർ. ഓക്കെ, അതായത് ഡേറ്റ് എത്രയാണെന്ന് 1 മിനിറ്റ്. ഇന്ന് 9-ാം തീയതി. 9-ാം തീയതിയാണ്. അപ്പൊ സമയം 12:11 ദുബായിൽ. ഓക്കെ, ഇന്നത്തെ വീഡിയോ ആണിത്. ഓക്കെ, സോ ഈ വോയിസ് അയച്ചത് എനിക്ക് ഉമ്മ 2 days ബിഫോർ ആണ്, 2 ദിവസം മുമ്പ്, അതായത് പെരുന്നാളിന്റെ അന്ന്. ഓക്കെ, മനസ്സിലായല്ലോ. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയി നടന്ന സംഭവമാണ്. 2 ദിവസം മുമ്പ് ആശയുടെ ഉമ്മ നന്ദിനിക്ക് അയച്ച വോയിസ് ക്ലിപ്പാണ്. അപ്പൊ ഇനി ആരും ഇത് പണ്ട് നടന്നതാണ്, പഴയത് പൊക്കി പിടിച്ച് വന്നേക്കുവാണ് എന്നൊന്നും പറഞ്ഞു വരില്ലല്ലോ അല്ലെ. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു. ജാസിയുടെയും ആശയുടെയും പഴയതും പുതിയതുമായിട്ടുള്ള വീഡിയോകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത്. അത് മുഴുവനായും കാണാതെ കുറെ പേർ ഇത് പണ്ട് നടന്നതാണ്, നിനക്ക് കണ്ടന്റ് ദാരിദ്ര്യമാണ് എന്നൊക്കെ ചോദിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അവരോട് പറഞ്ഞൊന്നുള്ളൂ കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം റിയാക്ട് ചെയ്ത ജാസിയുടെയും ആശയുടെയും ലൈവ് വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ നന്ദിനി ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇനി നമുക്ക് ബാക്കി കൂടി കേട്ട് നോക്കാം, എന്നിട്ട് സംസാരിക്കാം. സംഭവം എങ്ങനെയായിരുന്നു KPK ചേരാം. ഫസ്റ്റ് പോസ്റ്റ് കേളു നിങ്ങൾ എല്ലാവരും. ഈ സോഷ്യൽ മീഡിയയിൽ ജാസി പറഞ്ഞ വ്യക്തിയുണ്ടല്ലോ, അവൻ വന്ന് ഇങ്ങനെ പറയുന്നല്ലോ ഈ നന്ദിനി പറഞ്ഞ പെൺകുട്ടിനെ, അതിലെന്താ വാസ്തവം നമുക്ക് ആർക്കും അറിയില്ല. അതിലെന്താ വാസ്തവം ഉണ്ടെന്ന് ഈ ആഷിക്ക് പറഞ്ഞ ആ കുട്ടിനെ ഇവന് അടിച്ചിട്ടും കുത്തിയിട്ടും കയ്യിൽ മുറിയൊക്കെ ആക്കിയിട്ടും അവന് ഓരോ പ്രശ്നങ്ങളായപ്പോ അവളുടെ അടുത്ത് പോയിട്ട് നന്ദിനി എന്നൊന്ന് കയറ്റി വിടണം. അപ്പൊ അവൻ പണിയൊന്നും ഇല്ലാതിരിക്കുന്നു, എന്നൊന്ന് രക്ഷപ്പെടുത്തണം. എന്നിട്ട് അവൻ അവിടെ പോയതാണ്. അവിടെ പോയിട്ട് ആഷിഖിന്റെ ഉമ്മയോട് സംസാരിക്കുന്നത്. അവിടെ പോയിട്ട് അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ, ഞാൻ നാട്ടിലേക്ക് വരികയാണ്, ജാസ്റ്റിനെ ഇങ്ങനെയൊക്കെ കാട്ടിയിരുന്നു എന്നിട്ട് പറഞ്ഞു. അപ്പൊ ആ പെൺകുട്ടിനെ വിളിച്ചിട്ട് ചുമ്മാ അങ്ങനെയാണ്, എന്താണ് അവനെങ്ങനെ ആക്കുന്നത്, രക്ഷപ്പെടുത്തുന്നത്. അപ്പൊ ഞാനാണ് പറഞ്ഞത് ആ കുട്ടിയോട്, അവളെ അവൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല, വിസ ഇല്ല, പാസ്പോർട്ട് അവൻ പിടിച്ചു വെച്ചിട്ടുണ്ട്, നീ എങ്ങനെയെങ്കിലും അവളൊന്ന് രക്ഷപ്പെടുത്തുകൊണ്ട് ഞാനാണ് ആ കുട്ടിയോട് പറഞ്ഞത്. അല്ലാതെ ഈ ജാസി പറയണതൊന്നല്ല സത്യം. ആശയുടെ ഉമ്മക്ക് ജാസിയുടെ നല്ല കലിപ്പുണ്ട്. എന്തായാലും ജാസിയുടെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. നന്ദിനിന്റെ അടുത്തൊന്നും കിട്ടി നല്ല തെറി,
ആശിന്റെ ഉമ്മാന്റെ അടുത്തൊന്നും കിട്ടി നല്ല തെറി. ഇവിടെ ആശിന്റെ ഉമ്മ നന്ദിനിയെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. ജാസിയുമായി പ്രശ്നമുണ്ടായ സമയത്ത് ആശി നന്ദിനിയോട് അങ്ങോട്ട് പോയി ഹെൽപ്പ് ചോദിച്ചു എന്നും പറയുന്നുണ്ട്. പക്ഷെ ജാസി പറയുന്നത് എന്താണ്, നന്ദിനിയാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയത് എന്നാണ്. ആശി ജാസി പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ബാക്കി കേട്ടോക്കാം. എന്റെ മോനെ അവന് വശീകരിച്ച് വെച്ചതും പോലെ അവൻ എല്ലാ സോഷ്യൽ മീഡിയയിൽ വന്ന് വരാണ്ട് പീത്തുണ്ടല്ലോ. അതെന്താണെന്ന് ആൾക്കാർക്ക് അവനെ പിന്താണെന്നുള്ള യൂട്യൂബുകാരും അവർക്ക് ഇതിന്റെ വാസ്തവം എന്താണെന്നറിയോ? എന്റെ മോൻ അതിൽ പെട്ട് കിടക്കണേ. നന്ദിനി പറയുന്ന പെൺകുട്ടി ഇതിൽ ഒരു ഇതുമില്ല. അവള് ഇതിനെ സ്നേഹിക്കണില്ല, വശീകരിക്കണില്ല, ഒന്നുമില്ല. ഇവൻ പറഞ്ഞു നടക്കണ നന്ദിനി എനിക്ക് മരുന്ന് കൊടുത്തിക്കണ അങ്ങനെ ഇങ്ങനെ. ഈ ജാസി പറയണത് ഒരു സത്യമില്ല. ജാസിന്റെ ഉമ്മ ജാസിന്റെ ഉമ്മ ഉണ്ടല്ലോ, ജാസിന്റെ ഉമ്മ എന്റെ മോനോട് എന്താ പറഞ്ഞു, എന്റെ മോനെ എങ്ങനെ പറയണ അങ്ങനെ നീ ജീവിക്കുന്നു. ഇവൻ പറഞ്ഞല്ലോ ആഷിക്കിന് ഒരിക്കലും എനിക്ക് വിടാൻ പറ്റില്ല. അതുപോലെ ഒരു പെറ്റ തള്ളയാണ് ഞാന്. 3 വർഷം എന്റെ കുട്ടി ഇങ്ങോട്ട് വരാണ്ട് വന്നിട്ട് 5 ദിവസം ഇവിടെ നിൽക്കാൻ വെച്ചോളൂ. ഇവൻ അങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ഇപ്പൊ വരാണ്ട് പോയിട്ട് ഇപ്പൊ 10 മാസമായി ദുബായിൽ നിന്ന് ഈ നാട്ടിൽ വന്നു. ഇന്ന് വരെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടില്ല. കാരണം ഞാൻ എന്തെങ്കിലും പറഞ്ഞ് എന്റെ കുട്ടിക്ക് ഒരു മെസ്സേജ് അയച്ചാൽ അവൻ എന്തെല്ലാം തെറി എന്നെ വിളിച്ച് അയക്കുമെന്ന്. എന്നിട്ട് നമ്മൾ അത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അവൻ ഡിലേറ്റ് ആക്കി കളി. അവന്റെ ഫോണിലിട്ട് എന്നെ തെറി വിളിച്ചത് സ്വന്തം തങ്ങനെ അവന്റെ മുമ്പിൽ വെച്ച് വിളിച്ചു. പക്ഷെ ആഷിക്കിന് ഒന്നും ചെയ്യാൻ, ആഷിക്കിന് നല്ല അടിക്കും. ആഷിക്കിന്റെ കയ്യിൽ ഒരു മുറിയുണ്ട്, ഇവനാക്കിയതാണ്. ഇവിടെ നിർത്തിട്ടുള്ള ഒരു മുറിയുണ്ട്. ആ ഷർട്ട് അവൻ ഫുൾ കൈ ഇടൂല, അരക്കൈ ഇടൂല. ഇതൊക്കെ ജാസി കാട്ടിയാട്ടോ. ഇതൊന്നും ആർക്കും അറിയില്ല. അവൻ പറയണത് കംപ്ലീറ്റ് നോണയാണ്. ഓക്കെ, ജാസിക്കെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ആശിയുടെ ഉമ്മ ഉന്നയിക്കുന്നത് അല്ലെ? ഇതൊക്കെ സത്യമാണോ എന്ന് അറിയില്ല. സത്യമാണെങ്കിൽ ജാസി നമ്മൾ ഉദ്ദേശിച്ച ആളല്ല എന്ന് പറയേണ്ടി വരും. ആശിയുടെ ഉമ്മാനെ വരെ തെറി പറയുക എന്ന് പറഞ്ഞ എന്താപ്പ കഥ? മൊത്തത്തിലൊരു ടോക്സിക് ക്യാരക്ടറാണ് ജാസിയുടേതെന്നാണ് ഈ ഉമ്മ പറഞ്ഞതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശിയുടെ ഉമ്മക്ക് ജാസിയോട് ദേഷ്യം തോന്നുന്നത് സ്വാഭാവികമാണ്. കാരണം സ്വന്തം മകൻ ഒരു ട്രാൻസ്ജെൻഡറിന്റെ കൂടെ ജീവിക്കാന്ന് പറയുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ഒരു മാതാവിന് അത് അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. പക്ഷെ ആശി ജാസിയുടെ കൂടെ ജീവിക്കുന്നതിൽ ജാസിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അത് ആശിയുടെയും കൂടി ചോയ്സ് അല്ലേ? ഉമ്മ പറയുന്നത് പോലെ ജാസി ആശയെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയാനുള്ള ഗഡ്സ് ആശി കാണിക്കട്ടെ. അവൻ കിള്ളക്കുട്ടിയൊന്നല്ലല്ലോ. ഉമ്മ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പ്രധാനമായും ജാസിയുടെ ടോക്സിക് ക്യാരക്ടറിനെ കുറിച്ച് തന്നെയാണ്. ആശി ജാസിയുടെ ട്രാപ്പിൽ വീണതാണെന്നാണ് ഉമ്മ പറയുന്നത്. അതുപോലെ തന്നെ നന്ദിനി പാവമാണെന്നും ഇടയ്ക്കിടെ പറയുന്നുണ്ട്. ഉമ്മാന്റെ വോയിസ് മുഴുവനും ഞാനിവിടെ കേൾപ്പിക്കുന്നില്ല. എന്തായാലും അവസാനമായി നന്ദിനി ജാസിയെ തെറി വിളിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും കൂടി കേട്ട് നമുക്ക് നിർത്താം. കേട്ടല്ലോ, അത് ആഷിയുടെ ഉമ്മയാണ് പറയുന്നത്. 2 ദിവസം മുമ്പത്തെ കാര്യമായത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ കുണ്ടാ, നിന്നോടാ. ഞാൻ നിനക്കെതിരെ ലീഗലി പോകാത്തത് എന്താണെന്നറിയോ? നീ ആണുമല്ല, നീ പെണ്ണുമല്ല, റൈറ്റ്? നിന്നെ കൊണ്ട് ഇടാൻ പോകുന്ന ആണുങ്ങളുടെ കൂടെ ഉള്ള ജയിലായിരിക്കും. മേ ബി അങ്ങനെ ഒരു പ്രശ്നം വന്നെങ്കിൽ നീ അവിടെ ഒരുപാട് നിനക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. കുറച്ച് മനുഷ്യത്വത്തോടെ ഞാൻ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിനക്കെതിരെ ലീഗലി പോലും പോകാത്തത്. ഇനി എനിക്കെതിരെ നീ ഏതെങ്കിലും രീതിയിൽ നീ എനിക്കെതിരെ എന്നെ ദ്രോഹിക്കാൻ വന്നു എന്ന് ഞാൻ അറിഞ്ഞാല്, പിന്നെ എന്റെ പേരും പറഞ്ഞു ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ചാനലുകാർ, ഞാൻ ചാനലുകാരെ വിടത്തില്ല. ഐ എം റിയലി സോറി. പിന്നെ അവന്റെ നാട്ടുകാർ ഏത് നാട്ടിലാണോ നിൽക്കുന്ന എനിക്ക് കറക്റ്റ് നാടൻ എനിക്കറിയില്ല. ആ നാട്ടിലുള്ള അപ്പുറത്തുള്ള ആൾക്കാരോട് ഞാൻ പറയും, ഇങ്ങനത്തെ ആൾക്കാരൊക്കെ എന്തിനാ ഇങ്ങനത്തെ എന്താ പറയാ ഇവനെ വിളിക്കാൻ പറ്റിയൊരു തെറി ഗൈസ്, എനിക്ക് തെറി വരുന്നില്ല ഗൈസ്. കുണ്ടൻ തായോളി. ഇവന് പുലരിക്കുണ്ടൻ, പുലരിക്കുണ്ടൻ. ഇവനെ പോലത്തെ പുലരിക്കുണ്ടനൊക്കെ എന്തിനു വെച്ച് വാഴിക്കുന്നോടെ നിങ്ങളുടെയൊക്കെ നാട്ടില്? നിങ്ങൾക്കൊന്നും ചോദിച്ചൂടെ? എനിവേ, ഞാനും വിശ്വസിക്കുന്നില്ല അവന് മറ്റേ ഹോർമോൺ പ്രോബ്ലംസ് അത് ഇത് ഓക്കെ, അതൊക്കെ വരും. ആളുകളാണ്, എല്ലാം മനുഷ്യരാണ്, എല്ലാവർക്കും അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വെറും മൂപ്പിത്തനമാണ്. അവൻ പറഞ്ഞല്ലോ ഞാൻ റീച്ചിന് വേണ്ടി ഉണ്ടാക്കുന്നതെന്ന്. എന്തെന്ന് റീച്ചാടാ? എനിക്കൊരു യൂട്യൂബ് ചാനൽ പോലും ഇല്ല ഗൈസ്. സത്യമായിട്ടും ഞാൻ എന്റെ ലൈഫിൽ ഒരു പ്രൊമോഷൻ വീഡിയോ ചെയ്തിട്ടില്ല. ഞാൻ ലൈവിൽ ഗെയിം കളിക്കാറില്ല. പിന്നെ എന്ത് മൈറ്റിനോടാ എനിക്ക് റീച്ച്? ഒരു വീഡിയോ എന്റെ കയ്യിലുണ്ടെങ്കിൽ അത് പോസ്റ്റ് ഞാൻ എത്ര ദിവസം പിടിക്കുന്നറിയോ? എനിക്കാണോ റീച്ച് വേണ്ടത്? ഞാൻ സോഷ്യൽ മീഡിയയിൽ അല്ലടാ ഞാൻ ജീവിക്കണേ. ഇൻറ്റാ മോനെ, ഇനി എനിക്കെതിരെ നീ എവിടെയെങ്കിലും നീ ചലച്ചെന്നറിഞ്ഞെങ്കിലേ ഞാൻ വരും നിന്നെ കാണാൻ. ഓക്കെ, അപ്പൊ ഏറെക്കുറെ ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ഒരു കാര്യം ഞാൻ സമ്മതിച്ചു തരാം, നന്ദിനിക്ക് നല്ല സ്റ്റൈലായിട്ട് തെറി പറയാൻ അറിയാം. ഇനിയിപ്പോ നന്ദിനിക്ക് ഒരു മറുപടിയുമായിട്ട് ജാസി വരുമെന്ന് ഉറപ്പാണ്. പിന്നെ അതിന് മറുപടി ആയിട്ട് നന്ദിനി വീണ്ടും വരും. അങ്ങനെ അവരുടെ പഴയ പല കഥകളും പുറത്തു വരും. അതൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും ബിഗ് ബോസിൽ പോകുന്നത് സത്യമാണെങ്കിൽ ജാസിക്ക് ഇതുകൊണ്ടെല്ലാം ഗുണം മാത്രമേ ഉണ്ടാവത്തുള്ളൂ. എന്തായാലും ഇനി എന്തൊക്കെ നടക്കുമെന്ന് കണ്ടു തന്നെ അറിയാം. എന്താണ് ഇത് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.